ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വർഷത്തെ SSLC മോഡൽ എക്സാമിന്റെ ഫിസിക്സ് ചോദ്യപേപ്പറിന്റെ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ചോദ്യം 1. പ്രസ്താവന. സൂര്യപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ സംഭവിക്കുന്ന ദിശാവ്യതിയാനം എല്ലാ വർണ്ണങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ല. കാരണം ഓരോ വർണ്ണത്തിനും പ്രിസത്തിന്റെ വശങ്ങളിൽ വെച്ചുണ്ടാകുന്ന വ്യതിയാനത്തിന്റെ തോത് പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചുവടെ നൽകിയ ഓപ്ഷനുകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. ചോദ്യം 2. പ്രൈമറിയിൽ 200 ചുറ്റുകളും സെക്കൻഡറിയിൽ 1000 ചുറ്റുകളുമുള്ള ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ ഒരു ചുറ്റിൽ പ്രേരണം ചെയ്യുന്നത് 0.5 വോൾട്ടാണ്. ശരിയായ രീതിയിൽ ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 3. എ കോളവും ബി കോളവും ചേരുംപടി ചേർക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 4. വൈദ്യുതവാഹിയായ സോളിനോയിഡിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അവ പരിശോധിക്കുക. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 5. ഒരാൾ എക്സ് എന്ന സ്ഥാനത്ത് നിന്ന് കൈകൊട്ടുന്ന ശബ്ദം എ എന്ന ഭിത്തിയിലെത്താൻ 0.02 സെക്കൻഡ് എടുക്കുന്നു. എ എക്സിൽ നിന്നും എത്ര അകലെയാണ് എ? ബി എക്സിൽ നിൽക്കുന്ന വ്യക്തിക്ക് ആദ്യ ശബ്ദം ശ്രവിച്ച ശേഷം എയിൽ തട്ടിയുണ്ടാകുന്ന പ്രതിധ്വനി കേൾക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? ഉത്തരം എ 7 മീറ്റർ, ബി ഇല്ല. കാരണം വ്യക്തമായ പ്രതിധ്വനി കേൾക്കാൻ ശബ്ദം തടസ്സത്തിൽ തട്ടി തിരികെ വരാൻ ചുരുങ്ങിയത് 0.1 സെക്കൻഡ് സമയം വേണം. ഇവിടെ ശബ്ദം ഭിത്തിയിലെത്താൻ 0.02 സെക്കൻഡും തിരികെ വരാൻ 0.02 സെക്കൻഡും ചേർത്ത് ആകെ 0.04 സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ചോദ്യം 6. കന്നഡ വാങ്ങാനായി ഡോക്ടർ നൽകിയ കുറിപ്പിൽ -4.00 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. എ കന്നഡയിൽ ഉപയോഗിക്കേണ്ടത് ഏത് തരം ലെൻസാണ്? ബി ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഉത്തരം എ കോൺകേവ് ലെൻസ്. ബി P = -4D, F = 1/P = 1/-4 = -0.25 മീറ്റർ. ചോദ്യം 6 ബി. ഒരു ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ സംരചിപ്പിക്കാനോ വിഭ്രജിപ്പിക്കാനോ ഉള്ള കഴിവിനെയാണ് അതിന്റെ പവർ എന്നുദ്ദേശിക്കുന്നത്. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസിന്റെ പവർ കണക്കാക്കുക. ഉത്തരം കോൺകേവ് ലെൻസ് ആയതിനാൽ അതിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആയിരിക്കും. F = -50 സെന്റിമീറ്റർ -0.5 മീറ്റർ. പവർ P = 1/f. P = 1/-0.5 -2D. അതിനാൽ ലെൻസിന്റെ പവർ -2 ഡയോപ്റ്റർ ആണ്. ചോദ്യം 7. പവർ സ്റ്റേഷനുകളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് ചാലക കമ്പികളിലൂടെ വൈദ്യുതി എത്തിക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണ്? ഇത് പരിഹരിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഉത്തരം പവർ സ്റ്റേഷനുകളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് ചാലക കമ്പികളിലൂടെ വൈദ്യുതി എത്തിക്കുമ്പോൾ ജൂൾ നിയമപ്രകാരം താപം വഴിയുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിനായി റെസിസ്റ്റിവിറ്റി കുറഞ്ഞതും അനുയോജ്യമായതുമായ ലോഹകമ്പികൾ ഉപയോഗിക്കുക. പവർ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറന്റ് കുറയ്ക്കുക. ചോദ്യം 8. ഒരു കപ്പിയുടെ വ്യാസം 10 സെന്റിമീറ്റർ ആണ്. എ ഇതിനെ ഉറപ്പിച്ച കപ്പിയായി ഉപയോഗിക്കുമ്പോൾ യാന്ത്രിക ലാഭം എത്ര? ബി ഈ കപ്പിയെ ചലിക്കുന്ന കപ്പിയായി ഉപയോഗിച്ചാൽ രോധഭുജം എത്രയായിരിക്കും? യത്നഭുജം എത്രയായിരിക്കും? ഉത്തരം എ 1. ഉറപ്പിച്ച കപ്പിയുടെ യാന്ത്രിക ലാഭം എപ്പോഴും 1 ആയിരിക്കും. ബി രോധഭുജം സമം കപ്പിയുടെ ആരം സമം 5 സെന്റിമീറ്റർ. യത്നഭുജം കപ്പിയുടെ വ്യാസം സമം 10 സെന്റിമീറ്റർ. ചോദ്യം 9 എ. വൈദ്യുതി കടന്നുപോകുന്ന ചാലകത്തിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലദിശ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എ AB എന്ന ചാലകത്തിലൂടെയുള്ള കറന്റിന്റെ ദിശ ഏതാണ്? ബി ഇത് കണ്ടെത്താൻ സഹായകമായ നിയമമേത്? പ്രസ്താവിക്കുക. ഉത്തരം എ ബിയിൽ നിന്ന് എയിലേക്ക്. ബി വലതുകൈ പെരുവിരൽ നിയമം.
വൈദ്യുത പ്രവാഹദിശയിൽ പെരുവിരൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതു കൈകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നതായി സങ്കൽപ്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കും. ചോദ്യം 9 AB എന്ന ചാലകത്തിലൂടെ കറന്റ് കടത്തിവിട്ടപ്പോൾ കാർഡ്ബോർഡിൽ വച്ചിരിക്കുന്ന ഓരോ കോമ്പസിന്റെയും നോർത്ത് പോൾ വിഭ്രംസിച്ചു നിൽക്കുന്ന ദിശ ആന്റി ക്ലോക്ക് വൈസായി കണ്ടു. എ. കറന്റിന്റെ ദിശ ഏതാണ്? ബി. ABയിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ കാന്തസൂചികൾ വിഭ്രംശിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം എ. എയിൽ നിന്നും ബിയിലേക്ക്. ബി. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതാണ് കാന്തസൂചികൾ വിഭ്രംശിക്കാനുള്ള കാരണം. ചോദ്യം 10. 200 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത താപന ഉപകരണം 1 മിനിറ്റ് സമയം കൊണ്ട് 12,000 ജൂൾ താപം ഉൽപ്പാദിപ്പിക്കുന്നു. ഉപകരണത്തിന്റെ പ്രതിരോധം കണക്കാക്കുക. ഉത്തരം ഞാനിവിടെ കാണിക്കുന്നു. ചോദ്യം 11. ഒരു കുട്ടിയുടെ കണ്ണിന്റെ നിയർ പോയിന്റ് 34 സെന്റിമീറ്റർ ആണ്. ഈ ന്യൂനതയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക. ബി. ഇതെങ്ങനെ പരിഹരിക്കാം? ഉത്തരം എ. ഇത് ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപ്പിയ എന്ന അവസ്ഥയാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ നേത്രഗോളത്തിന്റെ വലിപ്പം കുറയുന്നതോ അല്ലെങ്കിൽ ഐ ലെൻസിന്റെ വക്രത കുറയുന്നതോ ഫോക്കസ് ദൂരം കൂടുന്നതോ ആണ്. ബി. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ ന്യൂനത പരിഹരിക്കാം. ചോദ്യം 12. ഒരു ലെൻസിന് സമീപം വച്ച മെഴുകുതിരി നാളത്തിന്റെ വലുതും നിവർന്നതുമായ പ്രതിബിംബം ലെൻസിലൂടെ കാണാൻ സാധിച്ചു. എ. ഈ പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ? ബി. ഇതേ ലെൻസ് ഉപയോഗിച്ച് വസ്തുവിന്റെ തുല്യ വലിപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കുമോ? രേഖാചിത്രം വരച്ച് വ്യക്തമാക്കുക. ഉത്തരം എ. ഈ പ്രതിബിംബം മിഥ്യയാണ്. ബി. സാധിക്കും. ചോദ്യം 13 എ. പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബി. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണങ്ങളുടെ പേരെഴുതുക. സി. നിങ്ങൾ രേഖപ്പെടുത്തിയ പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്താലുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏത്? ഈ ദ്വിതീയ വർണ്ണത്തിന്റെ പൂരകവർണ്ണം ഏതാണ്? ഉത്തരം മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കാൻ സാധിക്കാത്തതും എന്നാൽ കൃത്യമായ അനുപാതത്തിൽ കൂട്ടിച്ചേർത്താൽ ധവളപ്രകാശം നൽകുന്നതുമായ വർണ്ണങ്ങളെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്നു പറയുന്നത്. ബി. പച്ച, ചുവപ്പ് അല്ലെങ്കിൽ നീല. സി. പച്ചയും ചുവപ്പും കൂട്ടിച്ചേർത്താലുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം മഞ്ഞ, യെല്ലോ ആണ്. മഞ്ഞയുടെ പൂരകവർണ്ണം നീല, ബ്ലൂ ആണ്. ചോദ്യം 13. സൂര്യപ്രകാശത്തിൽ ചുവന്ന നിറത്തിലുള്ള പൂച്ചട്ടിയിലെ ചെടിയുടെ ഇലകൾ പച്ച നിറത്തിലും പൂക്കൾ മഞ്ഞ നിറത്തിലും കാണപ്പെട്ടു. എ. മഞ്ഞ ഫിൽറ്ററിലൂടെ നിരീക്ഷിച്ചാൽ ഇലകൾ, പൂക്കൾ ഇവ ഏതു നിറങ്ങളിൽ കാണപ്പെടും? ഉത്തരം സാധൂകരിക്കുക. ബി. ഏതു വർണ്ണപ്രകാശത്തിലാണ് പൂച്ചട്ടി ഇരുണ്ടതായും ഇലകളും പൂക്കളും പച്ച നിറത്തിലുള്ളതായും കാണപ്പെടുക? ഉത്തരം എ. മഞ്ഞ ഫിൽറ്റർ മഞ്ഞ പ്രകാശത്തെയും മഞ്ഞയുടെ പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പിനെയും പച്ചയെയും മാത്രമേ കടത്തിവിടുകയുള്ളൂ. ആയതിനാൽ മഞ്ഞ ഫിൽറ്ററിലൂടെ നിരീക്ഷിച്ചാൽ ചെടികളുടെ ഇലകൾ പച്ച നിറത്തിലും പൂക്കൾ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ബി. പച്ചവർണ്ണപ്രകാശത്തിൽ പൂച്ചട്ടി ഇരുണ്ടതായും ഇലകളും പൂക്കളും പച്ച നിറത്തിലുള്ളതായും കാണപ്പെടും. ചോദ്യം 14. ഭൂമിയെ വാസയോഗ്യമായി തലമുറകൾക്ക് കൈമാറുവാൻ കാർബൺ പാദമുദ്ര കുറയ്ക്കേണ്ടത് ആവശ്യമാണല്ലോ. കാർബൺ പാദമുദ്ര കുറയ്ക്കാൻ 3 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഉത്തരം ഗാർഹിക ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചോദ്യം 15. എ. 400 ന്യൂട്ടൺ ഭാരമുള്ള വസ്തുവിനെ കുത്തനെ ഉയർത്തി എയിലെത്തിക്കാൻ ചെയ്യേണ്ടിവരുന്ന പ്രവൃത്തി എത്രയാണ്? ബി. ഇതേ ഭാരമുള്ള മറ്റൊരു വസ്തുവിനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചരിവുതലത്തിലൂടെ ബിയിൽ നിന്ന് എയിലെത്തിക്കാൻ പ്രയോഗിക്കേണ്ടിവരുന്ന യത്നം കണക്കാക്കുക. ഉത്തരം എ. 1200 ജൂൾ. ബി. 200 ന്യൂട്ടൺ. ചോദ്യം 15 ബി. ഒരു സ്ക്രൂജാക്കിലെ സ്ക്രൂവിന്റെ ഉയരം 30 സെന്റിമീറ്റർ ആണ്. ഇതിൽ 10 പിരികളാണുള്ളത്. ഒരു പിരിയുടെ നീളം 15 സെന്റിമീറ്റർ ആണ്. എ. സ്ക്രൂവിന്റെ പിരിയുടെ എത്രയാണ്? ബി. ഈ സ്ക്രൂജാക്കിന്റെ യാന്ത്രിക ലാഭം എത്ര? സി. 10,000 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വാഹനം ഈ സ്ക്രൂജാക്ക് ഉപയോഗിച്ചുയർത്തുന്നു എങ്കിൽ യത്നം എത്രയാണ്? ഉത്തരം എ. 3 സെന്റിമീറ്റർ. ബി. യാന്ത്രിക ലാഭം 5. സി. യത്നം 2000 ന്യൂട്ടൺ. ചോദ്യം 16. എ.
DC ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ആർമേച്ചറിൽ രൂപപ്പെടുന്ന EMFന്റെ ഗ്രാഫിക് ചിത്രീകരണം ചുവടെ നൽകിയിരിക്കുന്നവയിലേത്? ബി. DC ജനറേറ്ററിന്റെ ആർമേച്ചർ നിശ്ചലമാക്കിയും ഫീൽഡ് കാന്തം കറക്കുകയും ചെയ്താൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന EMFന്റെ ചിത്രീകരണം ഇവയിലേതാണ്? ഉത്തരം സാധൂകരിക്കുക. ഉത്തരം ഗ്രാഫ് എ. ഗ്രാഫ് എ. സാധൂകരണം: DC ജനറേറ്ററിൽ ആർമേച്ചർ കണങ്ങുമ്പോഴാണ് അതിലെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വഴി കറന്റ് ഒരു ദിശയിലേക്ക് DC മാറ്റപ്പെടുന്നത്. എന്നാൽ ഇവിടെ ആർമേച്ചർ നിശ്ചലമാക്കുകയും കാന്തം കറക്കുകയും ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ പ്രവർത്തിക്കുന്നില്ല. അതിനാൽ ആർമേച്ചറിലുണ്ടാകുന്ന അതേ AC വോൾട്ടേജ് മാറ്റമില്ലാതെ പുറത്തേക്ക് ലഭിക്കുന്നു. ചോദ്യം 17. കാന്തത്തിന്റെ സൗത്ത് പോളിനു മുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന അക്രിലിക് ഷീറ്റിൽ ബാറ്ററിയുമായി ഘടിപ്പിച്ച 2 ചെമ്പുകമ്പികളും അവയ്ക്കു മുകളിൽ AB എന്ന ചെമ്പുകമ്പിയും വെച്ചിരിക്കുന്നു. എ. സ്വിച്ച് ഓണാക്കിയപ്പോൾ AB എന്ന കമ്പി Pയിലേക്ക് ഉരുളുന്നതായി കണ്ടു. എങ്കിൽ ABയിലൂടെയുള്ള കറന്റിന്റെ ദിശ ഏതായിരുന്നു? ബി. AB ഉരുളുന്ന ദിശ വിപരീതമാക്കുവാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഉത്തരം എ. Aയിൽ നിന്നും Bയിലേക്കായിരിക്കും. ബി. കറന്റിന്റെ ദിശ മാറ്റുക. കാന്തത്തിന്റെ നോർത്ത് പോളിനു മുകളിൽ ക്രമീകരിക്കുക. ചോദ്യം 18. എ. സ്ലിംഗിയിലൂടെ കടന്നുപോകുന്ന തരംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എ. ചിത്രത്തിൽ കാണുന്നത് ഏതുതരം തരംഗമാണ്? ഇതിന്റെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുണ്ടോ? ബി. ഇത്തരം തരംഗങ്ങളുടെ തരംഗദൈർഘ്യം എന്നാൽ എന്ത്? സി. ചിത്രത്തിൽ കാണുന്ന തരംഗം എയിൽ നിന്ന് ബിയിലെത്താൻ 2 സെക്കൻഡ് എടുക്കുന്നു. തരംഗവേഗം കണക്കാക്കുക. ഉത്തരം എ. അനുദൈർഘ്യ തരംഗം. ഇതിന്റെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. ബി. അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത 2 നീചമർദ്ദം മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗദൈർഘ്യമായി കണക്കാക്കാം. സി. 10.5 മീറ്റർ പെർ സെക്കൻഡ്. ചോദ്യം 18b. തരംഗങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. എ. ആയതി കുറഞ്ഞ തരംഗം ഏത്? ബി. AB തരംഗങ്ങൾ ഓരോന്നും Pയിൽ നിന്ന് Qവിലെത്താനെടുക്കുന്ന സമയം 12 സെക്കൻഡാണ്. അവയുടെ ആവൃത്തി കണ്ടെത്തി താരതമ്യം ചെയ്യുക. സി. 2 തരംഗങ്ങളുടെയും തരംഗവേഗം കണക്കാക്കുക. ഉത്തരം എ. ബി. ബി. എ. ആവൃത്തി സമം 0.25 ഹെർട്സ്. ബി. ആവൃത്തി സമം 0.33 ഹെർട്സ്. സി. വേഗം സമം ദൂരം ബൈ സമയം. എ. 1 മീറ്റർ പെർ സെക്കൻഡ്. ബി. 2 മീറ്റർ പെർ സെക്കൻഡ്. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി.